UDF ഭരണം നിലനിർത്തിയ കണ്ണൂരിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയറുടെ വോട്ട് അസാധുവായി. UDF ആദ്യമായി അധികാരത്തിലെത്തിയ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ MK ഹഫീസ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് LDFന് ലഭിച്ച ഏക കോർപ്പറേഷനായ കോഴിക്കോട്ട് O സദാശിവൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിൽ 56 അംഗ കൗൺസിലിൽ 36 UDF അംഗങ്ങളും P നിരയെ പിന്തുണച്ചു. LDFന്റെ VK പ്രകാശിനിക്ക് 15 വോട്ടും NDAയുടെ അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടും ലഭിച്ചു. SDPI വോട്ട് അസാധുവായി. ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KP താഹിർ തിരഞ്ഞെടുക്കപ്പെട്ടു. താഹിറിന് 35 വോട്ട് കിട്ടിയപ്പോൾ മേയർ P നിരയുടെ വോട്ട് അസാധുവായി. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDFന്റെ O സദാശിവനെ തിരഞ്ഞെടുത്തു. 33 വോട്ടാണ് O സദാശിവന് ലഭിച്ചത്. UDFന് 28 വോട്ട് ലഭിച്ചു. 2 വോട്ട് അസാധുവായി. കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായി LDFന്റെ ഡോക്ടർ S ജയശ്രീ വിജയിച്ചു. LDFന് 35 വോട്ടും UDFന്റെ ഫാത്തിമ തെഹ്ലിയ 28 വോട്ടും നേടി. NDAക്ക് ലഭിച്ചത് 13 വോട്ട്. കൊല്ലം കോർപ്പറേഷൻ മേയറായി UDFന്റെ MK ഹഫീസ് 27 വോട്ട് നേടി വിജയിച്ചു. LDFന്റെ PJ രാജേന്ദ്രന് 16 വോട്ട് ലഭിച്ചു. UDFന്റെ ഡോക്ടർ ഉദയ സുകുമാരൻ 27 വോട്ട് നേടി ഡെപ്യൂട്ടി മേയറായി. LDFന് 16 വോട്ട് മാത്രമാണ് ലഭിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.